നമസ്കാരം. ഗ്ലോബൽ തോട്ട്സിലേക്ക് സ്വാഗതം. വെനസ്വേലൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയുടെ മൂന്നാം വിജയം അവിടുത്തെ സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു. ജൂലൈ 28 നടന്ന തെരഞ്ഞെടുപ്പിൽ മദൂറോ 52% വോട്ട് നേടി വിജയിച്ചു എന്നത് പിറ്റേന്ന് തന്നെ വ്യക്തമായിരുന്നു. എന്നാൽ അമേരിക്കയടക്കം പാശ്ചാത്യ രാജ്യങ്ങളും അവ പിന്തുണച്ച വലതുപക്ഷ സ്ഥാനാർത്ഥി എഡ്മുണ്ടോ ഗോൺസാലസും ജനവിധി അംഗീകരിച്ചിരുന്നില്ല. എന്ന് മാത്രമല്ല, തീവ്ര വലതുപക്ഷ സംഘങ്ങൾ ജനവിധിക്കെതിരെ വ്യാപകമായി അക്രമങ്ങളും നടത്തിയിരുന്നു. ഇപ്പോൾ വെനസ്വേലൻ സുപ്രീം കോടതി ദേശീയ തെരഞ്ഞെടുപ്പ് കൗൺസിലിന്റെ രേഖകൾ പരിശോധിച്ച് മദൂറോയുടെ വിജയം അനിഷേധ്യമാണെന്ന് വിധിച്ചിരിക്കുകയാണ്. എന്നാൽ ആ ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിലെ പരമോന്നത നീതിപീഠത്തിൽ നിന്നുള്ള ഈ വിധി വലതുപക്ഷ പ്രതിപക്ഷവും അവരുടെ പിന്നിലുള്ള അമേരിക്കൻ ചേരിയും അംഗീകരിക്കില്ല എന്ന് വ്യക്തമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ അംഗീകാരമില്ലാത്ത പാശ്ചാത്യ ഉപരോധം മൂലം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന വെനസ്വേലയെ കൂടുതൽ പ്രയാസത്തിലാക്കാനും ജനാധിപത്യ പ്രതിഷേധം എന്ന പേരിൽ കലാപങ്ങൾ കുത്തിയിളക്കാനുമായിരിക്കും അമേരിക്കൻ ചേരിയുടെ നീക്കം. ജനങ്ങളെ അണിനിരത്തിയും മറ്റു രാജ്യങ്ങളുടെ പിന്തുണയോടെയും ഈ അട്ടിമറി നീക്കത്തെ ചെറുക്കാനാണ് മദൂറോയുടെയും സോഷ്യലിസ്റ്റ് സഖ്യ സർക്കാരിന്റെയും ശ്രമം. യഥാർത്ഥത്തിൽ അമേരിക്ക വെനസ്വേലയെ ശത്രുപക്ഷത്ത് നിർത്തി വേട്ടയാടാൻ ആരംഭിച്ചിട്ട് 1/4 നൂറ്റാണ്ട് കഴിഞ്ഞു. 1998 നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഹ്യൂഗോ ചാവേസ് ആദ്യമായി വിജയിച്ചത് മുതൽ ആരംഭിച്ചതാണിത്. 99 രാജ്യത്തെ ആദ്യ ഇടതുപക്ഷ പ്രസിഡന്റായി ചാവേസ് അധികാരമേറ്റത്. അന്ന് ആരംഭിച്ച അട്ടിമറി നീക്കമാണ് അമേരിക്ക ഇപ്പോഴും തുടരുന്നത്. 2002 ഏപ്രിലിൽ പട്ടാളത്തിൽ ചിലരെ ഉപയോഗിച്ച് അമേരിക്ക ചാവേസിനെ അട്ടിമറിച്ചെങ്കിലും യാങ്കി സാമ്രാജ്യത്വത്തിന്റെ സന്തോഷത്തിന് 2 ദിവസം പോലും ആയുസ്സുണ്ടായില്ല. അട്ടിമറിക്കാർ തടവിലാക്കിയ ചാവേസിനെ മോചിപ്പിക്കാൻ ജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ അമേരിക്കയുടെ സിൽബന്ദികൾക്ക് കീഴടങ്ങേണ്ടി വന്നു. അധികാരത്തിൽ തിരിച്ചെത്തിയ ചാവേസിനെ സ്വേച്ഛാധിപതി എന്നാണ് അമേരിക്കയും അവരുടെ ചൊൽപ്പടിയിലുള്ള ആഗോള മാധ്യമങ്ങളും എന്നും വിശേഷിപ്പിച്ചു പോകുന്നത്. എന്നാൽ പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളും ഹിതപരിശോധന നടത്തി ജനങ്ങളുടെ അംഗീകാരം നേടിയാണ് ചാവേസ് നടപ്പാക്കിയിരുന്നത്. 2013 മാർച്ചിൽ അകാലത്തിൽ മരിക്കുന്നതുവരെ ഇത്തരത്തിൽ 16 തവണ ജനവിധി നേടിയ ചാവേസിനെതിരെയും അമേരിക്കയും ശിങ്കടികളും തെരഞ്ഞെടുപ്പ് ക്രമക്കേട് പോലുള്ള ദുരാരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. വെനസ്വേലയെ അമേരിക്കയുടെ പ്രധാന നോട്ടപ്പുള്ളിയാക്കുന്നത് അവിടുത്തെ എണ്ണസമ്പത്താണ്. ലോകത്ത് ഏറ്റവും അധികം അസംസ്കൃത എണ്ണശേഖരമുള്ളത് പലരും ധരിച്ചിരിക്കുന്നത് പോലെ സൗദി അറേബ്യക്കല്ല, വെനസ്വേലയാണ് എണ്ണസമ്പത്തിൽ ലോകത്ത് 1-ാം സ്ഥാനത്ത്. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് വെനസ്വേലയുടെ എണ്ണശേഖരം 30,300 കോടി ബാരലാണ്. 2-ാം സ്ഥാനത്തുള്ള സൗദിക്ക് 29,800 കോടി ബാരലാണുള്ളത്. 17,000 കോടി ബാരലുള്ള കാനഡയാണ് ഏറെ പിന്നിൽ 3-ാം സ്ഥാനത്ത്. വെനസ്വേലയിൽ തങ്ങൾക്ക് വഴങ്ങുന്ന സർക്കാരുകൾ തന്നെ എല്ലാ കാലത്തും ഉണ്ടാവാൻ അമേരിക്കയ്ക്കുള്ള താല്പര്യം ഇതിൽ നിന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. 2003 വെനസ്വേലയിലെ പ്രധാന എണ്ണ കമ്പനിയായ PDVSA ദേശസാൽക്കരിച്ച ചാവേസ് അതിൽ നിന്നുള്ള വരുമാനം ജനങ്ങളുടെ ക്ഷേമത്തിന് ഉപയോഗിച്ചു. 2001 71% ദാരിദ്ര്യം 10 വർഷത്തിനകം 21% കുറച്ചു. ക്യൂബൻ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സഹായത്തോടെ ഗ്രാമങ്ങളിൽ നടപ്പാക്കിയ പദ്ധതികൾ ജനങ്ങളുടെ ആരോഗ്യ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തി. ഇതിനിടെയാണ് അർബുദബാധിതനായി ചാവേസ് അകാലത്തിൽ മരിച്ചത്. ഇത് വെനസ്വേലയിൽ വീണ്ടും ഇടപെടാൻ അവസരമാണെന്ന് മനസ്സിലാക്കിയ അമേരിക്ക തങ്ങൾക്ക് വഴങ്ങുന്ന പാവകളെ വാഴിക്കാൻ ശ്രമം തീവ്രമാക്കുകയായിരുന്നു. ചാവേസിന്റെ വൈസ് പ്രസിഡന്റായിരുന്ന മദൂറോ പ്രസിഡന്റായപ്പോൾ അധികം തുടരില്ലെന്നാണ് അമേരിക്ക കരുതിയതെങ്കിലും അവർ ഉദ്ദേശിച്ചതുപോലെയല്ല കാര്യങ്ങൾ വന്നത്. എണ്ണവില ഇടിഞ്ഞതും പാശ്ചാത്യ ഉപരോധവും വെനസ്വേലയെ വിഷമിപ്പിക്കുന്നുണ്ട്. എങ്കിലും വെനസ്വേലൻ സൈന്യത്തിൽ വളർന്ന പുതിയ ദേശാഭിമാന ബോധം അമേരിക്കയ്ക്ക് തടസ്സമായി. പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങൾക്ക് വഴങ്ങാത്ത വികസ്വര രാജ്യങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഉപരോധം എത്ര ഭീകരമായ സാമ്പത്തിക യുദ്ധം ആണെന്നുകൂടി ലോകത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് വെനസ്വേലയുടെ സ്ഥിതി. 930-ലധികം ഉപരോധങ്ങളാണ് അമേരിക്കയും യൂറോപ്യൻ കൂട്ടാളികളും വെനസ്വേല സർക്കാരിനെതിരെ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. ഇതുമൂലം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ സാമ്പത്തിക പ്രയാസങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. 78 ലക്ഷത്തോളം വെനസ്വേലക്കാർ പ്രവാസികളായി. ഇതെല്ലാം തങ്ങൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുമെന്ന കണക്കുകൂട്ടലിലാണ് വലതുപക്ഷം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ വലതുപക്ഷ സ്ഥാനാർത്ഥി എഡ്മുണ്ടോ ഗോൺസാലസിന് 44% വോട്ട് മാത്രമാണ് ലഭിച്ചത്. 95 രാജ്യങ്ങളിൽ നിന്ന് 900 സ്വതന്ത്ര നിരീക്ഷകർ തെരഞ്ഞെടുപ്പ് നടപടികൾ ശ്രദ്ധിക്കാനുണ്ടായിരുന്നു. എന്നിട്ടും ഫലം അംഗീകരിക്കാതെ ജനവിധി അട്ടിമറിക്കാൻ ക്രമക്കേട് ആരോപിച്ച് കുഴപ്പമുണ്ടാക്കുകയാണ് വലതുപക്ഷം ചെയ്തത്. തെരഞ്ഞെടുപ്പിന് ശേഷം
തീവ്ര വലതുപക്ഷ സംഘങ്ങൾ നടത്തിയ അക്രമങ്ങളിൽ 25 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമായ ജൂലൈ 29 വൈകിട്ട് 4 മണിക്കൂറോളം വലതു സംഘങ്ങൾ നടത്തിയ ആക്രമണങ്ങളിലാണ് 17 പേർ കൊല്ലപ്പെട്ടത്. ചെറു കമാൻഡോകൾ എന്നറിയപ്പെടുന്ന അക്രമി സംഘങ്ങൾ മെട്രോ സംവിധാനങ്ങളും ബസ്സുകളും പോലീസ് വാഹനങ്ങളും സ്കൂളുകളും മറ്റും വ്യാപകമായി നശിപ്പിച്ചു. ഒരു മിനിറ്റിൽ 3 കോടി സൈബർ ആക്രമണങ്ങളാണ് വെനസ്വേല സർക്കാരിനെതിരെ നടക്കുന്നതെന്നാണ് UN-ലെ ഡെപ്യൂട്ടി അംബാസഡർ ഹൊവാക്കിൻ പെരസ് പറഞ്ഞത്. വെനസ്വേലൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനെതിരെയും സൈബർ ആക്രമണങ്ങളുണ്ടായി. വെനസ്വേലൻ സൈന്യത്തിലും ജനങ്ങൾക്കിടയിലും ഭിന്നിപ്പുണ്ടാക്കാൻ OAS എന്നറിയപ്പെടുന്ന അമേരിക്കൻ രാഷ്ട്ര സംഘടനയെ ഉപയോഗിച്ചും അമേരിക്ക നീക്കം നടത്തുന്നുണ്ട്. മേഖലയിലെ രാജ്യങ്ങളെ വെനസ്വേലക്കെതിരെ തിരിക്കുകയാണ് ഇതിൽ ആദ്യപടി. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലെ രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ എന്ന പേരിൽ 2ാം ലോക യുദ്ധാനന്തരം 1948 OAS രൂപീകരിച്ചത്. തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളെ എന്നും തങ്ങളുടെ ചൊൽപ്പടിയിൽ നിർത്താനാണ് അമേരിക്ക ഇതുണ്ടാക്കിയത്. വിപ്ലവത്തെ തുടർന്ന് ക്യൂബയെ അതിൽ നിന്ന് പുറത്താക്കിയിരുന്നു. OASന്റെ 4 തൂണുകളിൽ ആദ്യ 2 പറയുന്നത് ജനാധിപത്യവും മനുഷ്യാവകാശവുമാണ്. എന്നാൽ ചിലിയും അർജന്റീനയും ബ്രസീലും മറ്റും വലതുപക്ഷ പട്ടാള സ്വേച്ഛാധിപതികൾ ഭരിച്ചപ്പോൾ പോലും ആ രാജ്യങ്ങളെ OASൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. എന്നാൽ അമേരിക്കയ്ക്ക് അനഭിബന്ധരായ സർക്കാർ മേഖലയിൽ എവിടെയെങ്കിലും വന്നാൽ അതിനെതിരെ OASനെ ഉപയോഗിക്കും. അന്നത്തെ കൊളോണിയൽ ശക്തികളായ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ഇടപെടൽ ചെറുക്കാൻ 2 നൂറ്റാണ്ട് മുമ്പ് ആവിഷ്കരിച്ച മൺട്രോ സിദ്ധാന്തം ആയുധമാക്കിയാണ് മേഖലയിൽ അമേരിക്ക ആധിപത്യം നിലനിർത്തുന്നത്. എന്നാൽ ജനങ്ങളെ അണിനിരത്തി മുന്നോട്ടു പോകാനാണ് വെനിസ്വേലയിലെ സോഷ്യലിസ്റ്റ് സഖ്യ സർക്കാർ ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നമ്മുടെ ജനകീയാസൂത്രണത്തിന്റെ മാതൃകയിൽ പ്രാദേശിക സാമൂഹ്യ സഭകൾ ചേർന്ന് തങ്ങൾക്ക് ആവശ്യമുള്ള പദ്ധതികൾ തീരുമാനിച്ച് നടപ്പാക്കുന്ന പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ കുറഞ്ഞത് 4 സാമൂഹ്യ സഭകളെങ്കിലും ഒരു വർഷം ചേരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മദൂറോ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുവഴി ജനാധിപത്യം കൂടുതൽ ജനകീയമാവുന്ന സംവിധാനത്തിലേക്ക് സർക്കാരിന്റെ പ്രവർത്തനം പുരോഗമിക്കുകയാണ്. മാനേജർമാരുടെയും ഇടനിലക്കാരുടെയും ഇടപെടലില്ലാതെ ജനങ്ങൾക്ക് ആവശ്യമുള്ള മേഖലകളിൽ പണം ചെലവഴിക്കപ്പെടും. യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് വെനിസ്വേലയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ പുരോഗമന സഖ്യമായ സിമോൺ ബൊളിവാർ ഗ്രേറ്റ് പാട്രിയോട്ടിക് പോളിന്റെ ആഭിമുഖ്യത്തിൽ ഫാസിസത്തിനും നവഫാസിസത്തിനും സമാന പ്രതിലോമ ആശയങ്ങൾക്കുമെതിരെ ലോക കോൺഗ്രസ് സംഘടിപ്പിക്കാനും ഒരുങ്ങുകയാണ്. തീവ്ര വലതുപക്ഷത്തിന്റെ അട്ടിമറി നീക്കങ്ങൾക്കെതിരെ ജാഗ്രത വളർത്തി ലോകത്തിന്റെ പിന്തുണ നേടുകയാണ് ലക്ഷ്യം.